അപ്പോൾ ഗൈസ് ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച നമ്മുടെ തായ്ലൻഡിലെ ഫുക്കറ്റിലും ക്രാബിലും പോയി വന്നുള്ളൂ കേട്ടോ. ഫുഡ് എൻ്റെ പ്രിയപ്പെട്ട ഒരു ഐറ്റം ആയതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ കിട്ടുന്ന നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറായ 7-Eleven കിട്ടുന്ന കുറച്ച് വൈറൽ പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. പിന്നെ ഞങ്ങൾ പോയത് കൊച്ചി ടു ഫുക്കറ്റ് എയർ ഏഷ്യയുടെ ഫ്ലൈറ്റിലാണ്. അവർക്ക് കൊച്ചി ടു ഫുക്കറ്റിലേക്ക് ആഴ്ചയിൽ 3 ദിവസം ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല കംഫർട്ടബിളും ആയിരുന്നു. ഓൾമോസ്റ്റ് ഒരു 4 hours ഈ ജേർണി ഉള്ളത്. പിന്നെ തായ്ലൻഡ് ഫുഡ് ഇഷ്ടപ്പെടുന്നവരുടെ ഒരു പറുദീസ തന്നെയാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് 7-Eleven ഞാൻ വാങ്ങിച്ച പ്രോഡക്റ്റ്സ് പരിചയപ്പെടുത്തി തരാം. ഇത് തായ്ലൻഡിലെ ഒരു ഫേമസ് ആയിട്ടാണ് ഡ്രൈഡ് മാംഗോ. ഇത് ഒരുപാട് സ്ഥലത്ത് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. പിന്നെ ഇതാണ് നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവും ഇവിടുത്തെ വൈറൽ ഇൻഹേലർ. ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ പല കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. നല്ല സ്മെല്ലും വ്യത്യാസമുണ്ട്, പക്ഷെ കോൾഡിനൊക്കെ നല്ല ബെസ്റ്റായിട്ട് തോന്നി. ഇതാണ് ബോബ ടീ അല്ലെങ്കിൽ ബബിൾ ടീ അല്ലെങ്കിൽ തായ് മിൽക്ക് ടീ എന്ന് പറയും. നമ്മുടെ നാട്ടിലും ഇതിപ്പോൾ കിട്ടും, പക്ഷേ ഈ ഒത്തൻറ്റിക് ഫ്ലേവർ തായ്ലൻഡ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ സിംഗപ്പൂരൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു സാഷയായിട്ട് നമുക്ക് 7-Eleven വാങ്ങിക്കാൻ കിട്ടും. ഇതാണ് അതിലുള്ള കണ്ടൻസ്. ഞാൻ പൊട്ടിച്ച് നോക്കിയപ്പോൾ അതിൽ ഒരു പൗഡർ ഉണ്ടായിരുന്നു, ഇൻസ്ട്രക്ഷൻ പുറകെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ബബിൾ സെപ്പറേറ്റ് ഉണ്ട് കേട്ടോ. സത്യം പറയാൻ എനിക്കിത് എത്ര കഴിച്ചാലും നിർത്താൻ പറ്റില്ല. അവിടെ ഇരിക്കുമ്പോൾ ഫുൾ ബബിൾ ടീ കുടിച്ച് നടക്കലായിരുന്നു. പിന്നെ ഇവിടെ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഈ പാക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ ഏകദേശം ഒരു 28 ബാത്തോ 30 ബാത്തോ അങ്ങനെ എന്താണ് വില വരുന്നത്. ലസ്റ്റ് ചൂടുവെള്ളത്തിലൊന്ന് കലക്കിയിട്ട് ഇതെല്ലാം ഇട്ടാൽ മതി. ഞാൻ പിന്നെ കോൾഡ് മിൽക്കും ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഇട്ടോ. എനിക്ക് കോൾഡായിട്ടാണ് അതിഷ്ടം. നമുക്ക് ഈ ഇൻഹേലർ എങ്ങനെയുണ്ടെന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. സീല് പൊട്ടിച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു മെഷാണ്. അപ്പോൾ മൂക്കൊന്നും മുട്ടിക്കാതെ നമുക്ക് സുഖമായിട്ട് സ്മെല്ല് ചെയ്ത് നോക്കാം. നല്ല ഹൈജീനിക്കായിട്ടാണ്. ഞാൻ ഇത് വാങ്ങിച്ചത് എയർപോർട്ടിൽ നിന്നാണ്. 70 ബാത്തായിരുന്നു 2 പീസിന്. അപ്പോൾ ഗൈസ് നമ്മുടെ തായ്ലൻഡിലെ ഒരു വൈറൽ പ്രോഡക്റ്റാണ്. നിങ്ങൾ പലരും പല റീലുകളിലും കണ്ടിട്ടുണ്ടാവും ഇൻഹേലർ. ഇത് പല കളേഴ്സിൽ വരുന്നുണ്ട്. ഇത് യെല്ലോ കളറാണ്. എനിക്കിതിന് വേറെ പേരൊന്നും വായിക്കാനും പറയാനും അറിയില്ല, പക്ഷെ പല കളേഴ്സിൽ വരുന്നുണ്ട്. ഞാൻ ഇത് വാങ്ങിച്ചത് എയർപോർട്ടിൽ നിന്നാണ്. ഇത് 2 എണ്ണത്തിന് ഒരു 70 ബാത്തായിരുന്നു. പിന്നെ ഇതിൻ്റെ വേറൊരു കളറുണ്ട്, ഞാൻ കാണിക്കാം. അതിന് 7-Eleven വാങ്ങിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 40-45 ബാത്ത് ഒരു പീസിന് വെച്ചായി കേട്ടോ. നോക്കാം. നോക്കുമ്പോൾ എങ്ങനെ ഒരു മെഷ് ഇതാണ് വരുന്നത്. അത് നമുക്കിങ്ങനെ നല്ല ഒരു റിഫ്രഷിങ് സ്മെല്ലാണ്. കോൾഡൊക്കെ വെച്ചിരിക്കുമ്പോൾ ഫസ്റ്റാണ്. പൊളിയാവും. പിന്നെ പലരും അഡിക്റ്റ് ആവും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വെറുതെ പറയുന്നത്, നമ്മളെങ്ങനെ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. ബട്ട് ഐഡിയലി നല്ല രസമുണ്ട്. പിന്നെ ഇത് ആമസോണിലൊക്കെ കിട്ടും കേട്ടോ. ഒരു ഏകദേശം ഒരു 250 റുപ്പീസ് എന്തോ വരുന്നത്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മൈലോ അറിയാത്ത മലയാളീസ് ഉണ്ടാവില്ല. ഒരു കാലത്തൊക്കെ ഭയങ്കര പോപ്പുലറായിരുന്നു നമ്മുടെ നാട്ടിൽ മൈലോ. അപ്പോൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ ഇപ്പോഴും പോപ്പുലറാണ്. അതിൻ്റെ ഒരു സീരിയലാണ്, ബ്രേക്ക്ഫാസ്റ്റ് സീരിയലാണ് കേട്ടോ. ഇത് ട്രൈ ചെയ്യാൻ വാങ്ങിച്ചാൽ എല്ലാം 7-Eleven വാങ്ങിച്ചാൽ നമ്മുടെ കയ്യിൽ അവസാനം ബാത്തൊക്കെ തീർന്നു പോയതുകൊണ്ട് കുറച്ചേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതിനും ഒരു 28-30 ബാത്ത് 32 ബാത്ത് ആ റേഞ്ചിലാണ്. ഇതൊരു കോഫിയാണ്. എനിക്ക് ഈ സിംഗപ്പൂരിയൻ തായ്ലൻഡൊക്കെ കോഫി ഭയങ്കര രസമാണ്. നമ്മുടെ നാട്ടിലെ കോഫിയല്ല, ഒരു വേറെ ഒരു ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇത് പൊട്ടിച്ച് നോക്കിയാലാണ് ഇതിൽ എന്തൊക്കെയാണ് സംഭവം ഉള്ളതെന്ന് അറിയുള്ളൂ. ഇനിയിപ്പോൾ ഇതുണ്ടോ, ഇതിൻ്റെ ക്രീമർ ഉണ്ടോ, അല്ലെങ്കിൽ മിൽക്ക് പൗഡർ ആയിട്ടാണോ, അത് നമ്മൾ ആഡ് ചെയ്യണോ എന്നൊന്നും എനിക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇത് തായിലുമാണ് എഴുതിയിട്ടില്ല. ഞാൻ എന്താ ചോദിച്ചാൽ ഇതിൻ്റെ ഇമേജ് എടുത്തിട്ട് ChatGPTയിൽ അപ്ലോഡ് ചെയ്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് എന്താ പറയണത് നോക്കിയിട്ട് ചെയ്യാമെന്നുള്ള പ്ലാനാട്ടോ. അപ്പോൾ ഈ ഒരു കോഫി. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ 7-Eleven വാങ്ങിക്കാൻ പറ്റുന്ന വലിയ റേറ്റൊന്നും ഇല്ലാത്ത കുറച്ച് വൈറൽ പ്രോഡക്ട്സ്. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ഞാൻ എല്ലാം അടിപൊളിയായിരുന്നു. നിങ്ങൾ പോയിട്ടുണ്ട് യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയ കുറച്ച് ഐറ്റംസ്. പിന്നെ കുറച്ച് ഈ ബബിൾ ടീയുടെ ബോട്ടിൽസ് കിട്ടുമായിരുന്നു. ഞാനത്